ഞാൻ പറഞ്ഞപ്പോൾ 4 months എന്ന് പറഞ്ഞു, പക്ഷെ അതിൽ കൂടുതലുണ്ട്. വർഷത്തെ എൻ്റെ ഒരു കാത്തിരിപ്പാണ്. ഇത്രയും നാളിൻ്റെ ഇടയിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ്, പക്ഷെ എങ്ങനെയാണ് എന്നെനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എല്ലാവരെ പോലെ മന്ത്ലി ഒരു മാസം ആകുമ്പോഴത്തേക്കും കറക്റ്റ് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വരും എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ വർക്ക് വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം ഒരിക്കലും എനിക്ക് എൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം 9 വർഷമായിട്ട് റിയലൈസ് ചെയ്തു. അപ്പോഴാണ് ലോണിനെ പറ്റി മനസ്സിലാക്കുകയും അങ്ങനെ മുദ്ര ലോൺ സാങ്ഷനായി. അങ്ങനെ ലോൺ എടുത്തു എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് കിട്ടിയതല്ല. പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കുകയും ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും പ്രോപ്പറായിട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ലോൺ സാങ്ഷൻ ആയത്. മുദ്ര ലോൺ എന്ന് പറയുന്നത് ആദ്യം പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി യൂബറിന് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് 8 minutes കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. പുറത്തോട്ട് ഇറങ്ങി കുറച്ചു നേരം ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ വെട്ടമൊക്കെ ഉണ്ട്. വണ്ടി വന്നു എന്ന് തോന്നുന്നു കേട്ടോ. സോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ബ്രെയിന് പറയുന്നതല്ല, എൻ്റെ മനസ്സ് പറയുന്നതാണ്. എനിക്ക് ഒരു ഏജ് ആയപ്പോൾ തോന്നി എനിക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ സ്വഭാവം മനസ്സിലായി. എൻ്റെ സ്വഭാവം രാവും പകലും പോലെയാണ്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറൂല. ചില ഡിസിഷൻസൊക്കെ ലൈഫിൽ എടുക്കുമ്പോഴത്തേക്കും അത് കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഗിവപ്പ് ചെയ്യാറ്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഗിവപ്പ് ചെയ്യാറുള്ളൂ. വെൻ യു താങ്ക് someone you should say it from your heart, അല്ലേ? അപ്പോൾ SBI ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ ഹിരോഷ് ലാൽ സാറിനോടൊരു താങ്ക് യു പറയാനുണ്ട്. ജയ് ട്രേഡേഴ്സ് അവരാണ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി തന്നത്. ദിവ്യ മാം, താങ്ക് യു മാം. സ്പേസ് ടെയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അരുൺ ബ്രദറാണ് ഇൻറ്റീരിയൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ബ്രദർ. ആക്ച്വലി ബോർഡാണ്. ഞാനിവിടുന്ന് പോയിട്ട് അവിടെ ഒട്ടിക്കാൻ പോവാണ്. ഓരോ സ്റ്റെപ്പും ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, മീ ആൻഡ് മൈ ഫാമിലി. അറ്റ് ദ സെയിം ടൈം ചെറിയൊരു ഹാപ്പിനെസ്സും ഉണ്ട്. ബോണാവുന്നുണ്ടല്ലോ ഷോപ്പിൻ്റെ കാര്യങ്ങൾ. ഞാനിന്ന് വന്നത് ആക്ച്വലി എൻ്റെ ഷോപ്പിലേക്കാണ്. ഇൻറ്റീരിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഫസ്റ്റ് മുദ്ര ലോണിൻ്റെ ഫസ്റ്റ് പേസ് കിട്ടണം. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പം നിങ്ങൾ കണ്ട ആ വീഡിയോസൊക്കെ ഇല്ലേ, ഇതൊക്കെ ആക്ച്വലി ഞാൻ ഈ ബാങ്കിൻ്റെ ലോണിൻ്റെ പ്രോസസ്സിൻ്റെ സമയത്തും ഈ എൻ്റെ ബോർഡ് അവിടെ വയ്ക്കുന്ന സമയത്തുമുള്ള വിഷ്വൽസ് കുറച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. അവസാനം ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വ്ളോഗല്ല, ഇൻസ്റ്റഗ്രാമിലൊരു റീലായിട്ട് ഇടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. സോ അതിനു വേണ്ടി ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ പേര്, ലൊക്കേഷൻ, ഇതെല്ലാം ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞ് ഉദ്ഘാടന ദിവസം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുന്നേ ഇടുന്നൊരു വീഡിയോയിൽ നോക്കട്ടെ. ഇപ്പോൾ കറൻ്റ്ലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അപ്ഡേഷനാണ് അരുൺ ബ്രദർ ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നത് ഇതുപോലെയുള്ള സ്റ്റോറേജ് നമുക്ക് വേണമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സീറ്റിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ എല്ലായിടത്തും നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ 3D വ്യൂ അത് ഇപ്പം നമുക്ക് പുറത്തു പറയാനായിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി വാർത്തകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് ലൈറ്റിംഗ് കൊടുക്കാനുള്ള പാനലിംഗ് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പല പ്രോബ്ലംസും കൂടെ ഉണ്ടായാൽ അറിയാമല്ലോ. സിമെന്റ് ബോർഡ് അടിച്ചേക്കുന്ന ഒരു വ്യക്തികളുള്ളത് അങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്ന ഷോപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ബാക്കി നമ്മുടെ ടേബിൾസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു സ്റ്റോറേജുകളുണ്ട്. ഇനി ലൈറ്റിങ്ങിന്റെ കാര്യങ്ങൾ പോയിന്റ്സ് ഒന്നുമില്ല ഇവിടെ. ഇനി ലൈറ്റിങ്ങിന്റെ പരിപാടിയാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫർണിച്ചറിലേക്ക് വരുന്ന ലൈറ്റുകൾ നമുക്ക് കൊടുക്കാനാണ്. ദെൻ പെയിന്റിങ്ങിലേക്ക് അടക്കാം. പിന്നെ വാൾപേപ്പർ പരിപാടികളുണ്ട്. അതോടെ നമ്മുടെ ഏകദേശം ഒരു ഫിനിഷാണ്. ഹായ് മലയാളീസ്, ഇത് അരുൺ ചേട്ടനാണ്. ചേട്ടനാണ് എൻ്റെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയൽ ചെയ്യുന്നത്. സ്പേസ് ടെയിൽ ഡിസൈനാണ് ഷോപ്പിൻ്റെ പേര്.
അപ്പോൾ ആക്ച്വലി ചേട്ടൻ പറയും എനിക്ക് ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലൊരു ഒരു മിനിമം ബഡ്ജറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടു ബി ഫ്രാങ്ക് അതിനുള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാതിയൊക്കെ ആയിട്ടുള്ളൂ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, ചേട്ടൻ പറയും. അതെ, നമുക്കൊരു 3D ഡിസൈൻ ഒക്കെ ചെയ്ത് കോവിലൊക്കെ അത് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് കോവില അടുത്ത ബ്ലോഗിലേക്ക് ചെയ്തു. നമുക്കൊരു ഇതായിട്ടുള്ളൂ. ഇനിയിപ്പോ ഇലക്ട്രിക്കൽ വർക്കും അങ്ങനെ പെയിന്റിംഗ് എല്ലാം പെയിന്റിങ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് തുടങ്ങി നമ്മുടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ വരും ദിവസങ്ങളിലേക്ക് കോവില അതെല്ലാം റിവീൽ ചെയ്തോളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് മീറ്റിംഗ് അല്ല ആക്ച്വലി. നമ്മുടെ ഇപ്പം 2-3 പ്രാവശ്യമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് അല്ല, പക്ഷെ ഒരു ഹാഫായി. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ച് ലേറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഒറ്റയടിക്ക് എല്ലാം ശരിയായിട്ട് കാണിക്കുന്നതിൽ എനിക്കൊരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഇത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ദിവസത്തെ എഫേർട്ടുണ്ട്. ചേട്ടൻ ഞാനും കുറേ 2-3 ദിവസങ്ങളിലുള്ള കൂടിക്കാഴ്ചകളുണ്ട്, ഫോൺ കോൾ പറയണ്ട കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ ഒരാളാണ് ചേട്ടൻ. അതെ, ഇതിലൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈനിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആകെ ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ. അത് വെച്ചിട്ട് പല പല കാര്യങ്ങളുണ്ടായിരുന്നു. പേയ്മെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും ഇനി നമ്മളത് അച്ചീവ് ചെയ്യണം. നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു സംഭവത്തിലേക്ക് അതേതായാലും കോവിലയുടെ കൂടെ ഉണ്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനിയുള്ള ഫുൾ വീഡിയോ വരുന്ന ടൈമിൽ ഫുൾ ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ബാക്കി കാര്യങ്ങൾ പറയും, എന്തൊക്കെയാണ് എവിടേക്ക് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും. പിന്നെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയിക്കും. ഞാൻ പറയാം, എൻ്റെ ആ ഒരു നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിൽ ചെയ്യാനും നമ്മളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ അരുൺ ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നമുക്കൊരു ടെൻഷനേക്കാളും ഒരു ബ്രദർഹുഡ് ഫീലിംഗ് ആണ്. ഓക്കെ പറ്റും, നമുക്ക് നോക്കാം, ആ ഒരു വീട് തന്നെ എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും, ഓക്കെ പറ്റൂല്ലേന്ന്. പക്ഷെ അവരുടെ ആ ഒരു ടീമിൻ്റെ നമ്മളെ കംഫർട്ട് ആക്കുന്ന രീതി, ഐ റിയലി ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ അടുത്ത് ഫുള്ള് കഴിഞ്ഞ ശേഷം കാണാം കേട്ടോ. എനിക്ക് തോന്നി ഇത് എടുക്കണമെന്ന്. ആക്ച്വലി ചേട്ടാ ഇത് എൻ്റെ അടുത്ത് ലൈറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാനാണ് പറഞ്ഞത്, ചേട്ടാ എനിക്ക് ആ ഫൈനൽ ഫുട്ടേജ് എടുക്കുന്നതിനേക്കാളും ഇപ്പം എനിക്കൊരു വിഷ്വൽ എടുത്ത് വയ്ക്കണമെന്ന് തോന്നി. ഞാൻ ലാസ്റ്റ് ഇടുന്ന സമയത്ത് എല്ലാം കൂടെ ചേർത്ത് ഇടുമ്പോഴാണ് ഒരു ഫുൾ എഫേർട്ട് മനസ്സിലാവത്തുള്ളൂ ഈ വ്ളോഗിൽ. അതുകൊണ്ട് താങ്ക് യു കേട്ടോ. ശരി. കോവിലയുടെ ബ്യൂട്ടിക്കിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുകളാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇന്നത്തെ കൊണ്ട് നമ്മളുടെ വർക്ക് ഫിനിഷ് ആവും. പിന്നീട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ കുറേ ബാക്കി വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുറേ ചെയ്യുന്നതാണ്. ഞാൻ ഇത് ഇലക്ട്രീഷ്യൻ സ്റ്റാൻഡ് ഇലക്ട്രിക്കൽ അരുൺ ചേട്ടനും ഉണ്ട് കേട്ടോ. ഞാനൊരു ഷോപ്പ് എടുത്തു. 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് ഇങ്ങനെയും വരാം, അല്ലാതെ പുറത്തൂടെയും വരാം. അവിടെ ഇപ്പൊ ലോക്ക് ചെയ്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ വരുമ്പോ കീ എടുക്കാൻ മറന്നു, സീരിയസ്ലി. അപ്പോൾ അരുൺ ചേട്ടൻ വരുന്നുണ്ട്, അവരയിൽ കീ ഉണ്ട്. അപ്പൊ നമുക്ക് എൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കാണാം. ഞാൻ പറഞ്ഞ ഒരു എൻട്രൻസ് ഇവിടെ ആട്ടോ. ഇതിപ്പോ ഓൾറെഡി ക്ലോസ്ഡ് ആണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യും. അപ്പം ഞാൻ ആ എൻട്രൻസ് കാണിക്കാം. ഒരു എൻട്രൻസ് ഇങ്ങനെയാണ്. ഫിംഗർ പ്രിന്റ് ഞാൻ ഓൾറെഡി ചെയ്തു വീഡിയോ എടുക്കാൻ വേണ്ടി. പറയാൻ വാക്കുകളില്ല, കാരണം എന്നെപ്പോലെ ഒരു ഇഷ്ടപ്പെട്ട ഫീൽഡ് ചൂസ് ചെയ്യും. പക്ഷേ ഒരു ആവറേജ് ഫാമിലിയിൽ നിന്നിട്ട് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതും എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ചേച്ചി എന്നെ പറഞ്ഞിട്ട്, ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പം നിനക്ക് വേണമെങ്കിൽ എനിക്ക് ഓടി വരാം, കൊച്ചി തന്നെ നീ എന്തിനു ചൂസ് ചെയ്യുന്നു, ഇവിടെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ 7 വർഷമായിട്ട് കൊച്ചിയിലാണ്, എനിക്ക് കുറച്ചും കൂടെ മാർക്കറ്റ് ബെറ്ററാണ് ഇത് എന്ന് തോന്നുന്നു. അച്ഛനാണെങ്കിലും, അമ്മ ഇവിടെ വരും, അച്ഛൻ വരും, ചേച്ചി വരുമെങ്കിൽ പോലും എപ്പോഴും അവർക്ക് ഫുൾ ടൈം ഒരു അവൈലബിൾ ആയിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒറ്റപ്പെടൽ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു. അതുമല്ലാണ്ട് ഓരോ കാര്യം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ. ആ എക്സ്പീരിയൻസിനോട് താങ്ക് യു പോലും എനിക്ക് പറയാനോ ഓർക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില സമയത്തൊക്കെ ഐ ഫീൽ സോ അലോൺ. ബട്ട് ഫൈനലി കൺസിസ്റ്റൻസി, പേഷ്യൻസിന് ഒരു റിസൾട്ട് ഉണ്ടായി. പേഷ്യൻസ് ഉണ്ടായിരിക്കണം. പേഷ്യൻസ് ഇല്ലെങ്കിൽ ഇടയ്ക്ക് വിട്ടു. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിസപ്പോയിൻമെന്റ്സുകൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ തളർന്നു പോയി.
ഇത് രണ്ടാമത്തെ എൻട്രൻസ് കേട്ടോ. ഇതുവഴി നമുക്ക് വരാൻ പറ്റും. ഞാൻ പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്തു, കാരണം ഞാൻ വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ടാവും. രാത്രി ഒരു മോർണിംഗ് ടൈം വന്നിട്ട് ഞാൻ വന്ന് ഓപ്പൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് ലോക്ക് ആയിരുന്നില്ല, അതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഞാൻ ഷോപ്പ് ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുമ്പോൾ പാർക്കിംഗ് എനിക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. പാർക്കിംഗ് അത്യാവശ്യമുണ്ട്. ഇവിടെ ഒരു ചെടിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാട്ടോ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മേടിച്ച് വെക്കാം, പിന്നെ ആലോചിക്കാനെ പറ്റി. ഇപ്പൊ അത്യാവശ്യത്തിൽ കൂടുതൽ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഞാൻ എക്സ്ട്രാ ചിലവുകളെ പറ്റി ചിന്തിക്കുന്നില്ല, പറ്റാത്തതുകൊണ്ട്. അപ്പോ ഓണർ ആയിക്കോട്ടെ, ഹി ഈസ് വെരി നൈസ് പേഴ്സൺ. ഞാൻ സാറെന്ന് വിളിക്കും, ഇടയ്ക്ക് ബ്രദറെന്ന് വിളിക്കാറുണ്ട്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹം അതിനെപ്പറ്റി അത് എത്ര ഒരു മിനിമം ടൈം അതിന് തീർച്ചയായിട്ടും ചെയ്തു തരാൻ വേണം. അപ്പൊ അത് കറക്റ്റാ നോക്കിയിട്ട് ചെയ്തു തരാറുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരടുത്ത് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയുള്ളൂ, ഒറ്റപ്പെടും. നടക്കില്ല എന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ഗിവപ്പ് ചെയ്താൽ പോയി. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പിന്നെ എങ്ങനെയാ ബലം കിട്ടുക? അപ്പൊ നിങ്ങൾ ഗിവപ്പ് ചെയ്യരുത്. വല്ലിച്ച ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് മെച്യൂരിറ്റി വന്നപ്പോഴത്തേക്കും വല്ലിച്ചയില്ല. അറിയണ്ട. ഇതിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ, നമുക്ക് ചുറ്റുമുള്ളവരില്ലേ, പറയാൻ പറ്റൂല, എപ്പോഴും എന്തും സംഭവിക്കാം. അപ്പോൾ അവരുമായിട്ട് അതിനു മുന്നേ ലൈഫില് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്കും എന്തും മേടിച്ചു കൊടുക്കാൻ കഴിയണം. അവർക്ക് ഈ ലോകത്തിലെ എല്ലാ ഹാപ്പിനെസ്സും എനിക്ക് അവരും കാണണം എൻ്റെ കൂടെ എന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് എന്തോ, ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നല്ല കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ഒരിടത്ത് പോയാലോ എന്തെങ്കിലും ചെയ്താലോ ഹാപ്പിനെസ് കിട്ടാറില്ല. ലിറ്ററലി ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ പോലും, ഒറ്റയ്ക്ക് ഒരു സ്നാക്ക് എടുത്ത് കഴിക്കുമ്പോൾ പോലും എനിക്ക് സന്തോഷം കിട്ടാറില്ല. കാരണം എനിക്കറിയില്ല, അത് ഞാനിപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി പറയുന്നല്ല. ഞാൻ വല്ലിച്ചൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഞാൻ ട്രിവാൻഡ്രത്താണ് ഷോപ്പ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇപ്പം എൻ്റെ കുഞ്ഞമ്മ അല്ലെങ്കിൽ ചേച്ചി, കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വരാവോ ബോബൂസേ, ഒന്ന് ഇവിടെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എത്താം. ഇത് അവരാരും എൻ്റെ അടുത്തല്ല, ഒരു 5 മണിക്കൂർ എടുക്കും അവർ പെട്ടെന്ന് ഞാൻ വിളിച്ചാൽ വരാൻ. അപ്പോഴത്തേക്ക് ഞാൻ പോയി ഒറ്റയ്ക്ക് ചെയ്തിട്ട് അതിനായിരിക്കും നല്ലത്. അച്ഛനായിരുന്നാലും അമ്മയായാലും വീക്ക്ലി അവർക്ക് വന്ന് നിന്ന് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അമ്മയുണ്ടാവും. അപ്പം അച്ഛൻ ട്രിവാൻഡ്രത്താണ്ട് അമ്മയ്ക്കും ഇടയ്ക്കും അങ്ങോട്ട് തന്നെ പോവേണ്ടി വരും. അപ്പൊ അങ്ങനെ അത് അനുഭവിക്കണം. സോ ഫേവറേറ്റ് സ്പോട്ട് പറയട്ടെ, ഇതിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ ഓണറിൻ്റെ തന്നെ ആട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് എപ്പോഴും ഞാൻ ബെഡ്ഷീറ്റ് എടുത്തിട്ട് വരാറ്. ഇപ്രാവശ്യം പുതിയതൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, കാരണം യൂസ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തായാലും മാറ്റണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര റീസണബിൾ റേറ്റിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഒരു ലാഭത്തിനൊരു സാധനം കണ്ടാൽ പിന്നെ അങ്ങ് എടുത്തു പോവും, ഞാനങ്ങ് എടുക്കും. കാരണം നമുക്ക് ആ ഒരു അഫോർഡബിൾ റേറ്റിൽ പിന്നെ കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ അടുത്ത അപ്ഡേഷൻസ് എല്ലാം ഞാൻ അടുത്തടുത്ത വീഡിയോയിലൂടെ അറിയിക്കാം. എനിക്ക് എന്തായാലും ഇതൊന്ന് കഴിയണം, ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ടല്ലോ മുന്നോട്ട്. അതിനുള്ളൊരു മനധൈര്യം ദൈവം എനിക്കും കുടുംബത്തിനും നൽകുന്നതിലേക്കുമായി നന്ദി പറയുന്നു. ലവ് യു ഗോഡ്. അപ്പോൾ ബൈ മലയാളീസ്, ഉടനെ കാണാം. ഓരോ എമോഷനും വ്ളോഗിൽ പറയാൻ പറ്റുന്നത് പറഞ്ഞു തന്നെ പോകണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം എൻ്റെ മൈൻഡിലൂടെ ഇത് കഴിയുന്നത് വരെ യാതൊരുവിധ ബേർഡനും ഇല്ലാണ്ട് തന്നെ എനിക്ക് എല്ലാം ഫിനിഷ് ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു തോട്ട് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ദൈവമേ മിന്നിച്ചേക്കിനെ. എനിവേ, യൂബർ ഓട്ടോയാണ് ഞാൻ എടുത്തത് കേട്ടോ. സാമ്പത്തിക മാർഗ്ഗം അത് തന്നെയാണ് കാരണം. സോ വാങ്ങിച്ചു. എനിക്ക് ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടു.